ഹോച്ചിമിൻ ഉപയോഗിച്ചിരുന്ന ആ സാധനങ്ങളൊക്കെ നോക്കി നിന്ന സമയത്ത് എൻ്റെ മനസ്സ് പെട്ടെന്ന് പോന്നത് ശിവഗിരിയിലേക്കാണ്. ശ്രീനാരായണ ഗുരു ഉപയോഗിച്ചിരുന്ന ആ സാധനങ്ങളൊക്കെ കണ്ട കാര്യം മനസ്സിലുണ്ട്. 58,000 അമേരിക്കൻ പട്ടാളക്കാർക്ക് ജീവൻ വെടിയേണ്ടി വന്ന അവർ നടത്തിയ ഉജ്ജ്വലമായ യുദ്ധം. രാവിലെ പാടത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു കയ്യിൽ തോക്കും ഒരു കയ്യിൽ പണിയായുധങ്ങളുമായിട്ട് ഇറങ്ങിയിരുന്ന വിയറ്റ്നാമിലെ പട്ടാളക്കാരും കർഷകരുമായിട്ടുള്ള ആളുകളുടെ ചിത്രം. ഒരു ആഘോഷമാണ്, ആഘോഷത്തിന്റെ രാവുകളാണ്. ഇത് ഹാനോയ് ടൗണിൽ ഒഴിവ് ദിവസങ്ങളിൽ ഇവർ ആഘോഷിക്കുന്നതാണ്. യാതൊരു പ്രശ്നവുമില്ലാതെ ഇത് അവിടെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ റാഞ്ചോ സ്കൂൾ എന്ന് പറയുന്ന പേര് മാറ്റിത്തരണമെന്ന് പറഞ്ഞിട്ട് സ്കൂളിന്റെ അധികാരികൾ കേസ് കൊടുത്തിരിക്കുകയാണ്. വിയറ്റ്നാമിൽ ചെന്നപ്പോൾ അവിടുത്തെ വിദ്യാഭ്യാസത്തെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടായിരുന്നു. നമ്മുടെ ഒരു പാക്കേജ്ഡ് ടൂർ ആയത് കാരണം നമ്മൾക്ക് വിദ്യാലയങ്ങളൊന്നും സന്ദർശിക്കാൻ കഴിഞ്ഞില്ല. കിങ്കോങ് സിനിമയൊക്കെ കണ്ട ആളുകളുണ്ടാവും. ആ സിനിമയിൽ നമ്മൾ കാണുന്ന മനോഹരമായ സ്ഥലം ഇതിനെ ബേസ് ചെയ്തിട്ടാണ്. ഇന്ന് നിങ്ങൾക്ക് വളരെ രുചികരമായ ഒരു ഭക്ഷണം കിട്ടും. അത് ആട് വറുത്തതാണ്. ഞങ്ങളുടെ കൂടെയുള്ള ആളുകൾക്ക് ഇതിൽ അല്പം മസാല കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അവർക്ക് തോന്നി. ഗൈഡിനോട് പറഞ്ഞു, നിങ്ങൾ അവരെ ഒന്ന് വിളിച്ചു പറയോ അതിലൊരു ലേശം ഉപ്പും മുളകും ഒക്കെ ഉണ്ടായിക്കോട്ടെ എന്ന്. ഞങ്ങൾ യാത്രയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ കയറി ചെന്നു. അവരുണ്ടാക്കി വെച്ചിരുന്ന ആ ആട് വറുത്തതിൽ ഏതാണ് ബ്രാൻഡ് എന്നറിയില്ല, സൂപ്പർ നോവയാണോ മേളോ ആണോ എന്നൊന്നും അറിയില്ല. ഒരു പാക്കറ്റ് ഉപ്പും ഒരു പാക്കറ്റ് മുളകും വെതറിയിട്ട് ആ സാധനമാണ് ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നത്. ഒരാൾക്ക് പോലും ഒരു കഷ്ണം പോലും കഴിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല. മനോഹരമായിട്ട് കുളിക്കാൻ പറ്റിയ ഒരു ദ്വീപും അവിടെ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ആവശ്യക്കാർക്ക് അവിടെ കുളിക്കാം. കപ്പലിൻ്റെ മുകളിൽ പ്രഭാതത്തിൽ അതിൻ്റെ ഡെക്കിൽ ഇരുന്നു കൊണ്ടിട്ട് ഉദയം കാണുന്നതും വല്ലാത്തൊരു അനുഭവമായിരുന്നു. വിയറ്റ്നാമിൻ്റെ നാണയം ഡോങ് ആണ്. ഈ ഡോങ് എന്ന് പറയുന്നത് നമ്മുടെ ₹1 അവരുടെ ഏതാണ്ട് 290 വരും. ഏതാണ്ട് 300 ഡോങ് കിട്ടും ഒരു രൂപ കൊടുത്തു കഴിഞ്ഞു. ഞങ്ങളവിടെ ഉണ്ടായിരുന്ന 4 ദിവസവും തുണിക്കച്ചവടം നടത്തിയ ഊർജ്ജസ്വലയായ ഒരു പെൺകുട്ടിയെ കുറിച്ചാണ് പറയുന്നത്. ആരുടെയോ സ്മാർട്ട്സ് ആ പെൺകുട്ടിയെയും ആകർഷിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞങ്ങൾ തിരിച്ചു പോരുന്ന ആ സീന്, ആ പെൺകുട്ടി യാത്ര പറയുമ്പോൾ ഭാരതത്തിലെ കാഴ്ച കാണാൻ ചേട്ടാ ഞാനും വരട്ടെയോ നിന്റെ കൂടെ എന്നൊരു ഭാവം അവളിലുള്ളതായിട്ട് കാണാം. ബാക്കി ഭാഗം ഭാരതത്തിന്റെ ഭാഗമായിരുന്ന ചമ്പ ദേശമായിരുന്നു. ചൈനയുടെ താല്പര്യം എന്തുകൊണ്ടാണെന്നറിയോ? ലോകത്തെ ഏറ്റവും കൂടുതൽ ലിഥിയം നിക്ഷേപമുള്ള ഒരു സ്ഥലമാണ്. മഹിത ഭാരതത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഒരു എപ്പിസോഡിൽ ഹോച്ചിമിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അത് കേട്ട എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, കുറച്ചുകൂടി കൂടുതലായി ഹോച്ചിമിനെ കുറിച്ച് പറഞ്ഞാൽ നന്നായിരുന്നു എന്ന്. അതുകൊണ്ടാണ് ഇന്ന് അന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി വിശദമാക്കി ഒരു യാത്രാ വിവരണം എന്ന നിലയിൽ വിയറ്റ്നാമുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. അപ്പം എന്തുകൊണ്ട് ഇത് മഹിത ഭാരതത്തിൽ ഉൾപ്പെടുത്തി എന്നാണ് ചോദ്യമെങ്കിൽ, ഇതിൻ്റെ അവസാന ഭാഗത്ത് നിങ്ങൾക്ക് ബോധ്യപ്പെടും ഇത് വിഷയം അത് തന്നെ ആണ് എന്നത്. ഞാൻ ആദ്യം പറയാൻ പോകുന്ന യാത്രാ വിവരണവും വിയറ്റ്നാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ ഏവരും മറ്റ് യാത്രാ വിവരണങ്ങളിൽ നിന്നും പുസ്തകങ്ങൾ വായിച്ചുമൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളതായിരിക്കും. പക്ഷേ ഇതിൻ്റെ രണ്ടാം ഭാഗത്ത് പറയാൻ പോകുന്ന കാര്യങ്ങൾ ഭൂരിപക്ഷ ആളുകളും അറിഞ്ഞിട്ടുണ്ടാവില്ല. സാധാരണ നിലയിൽ അറിയാനിടയില്ലാത്ത കാര്യങ്ങളുമാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രസക്തി. ഞാൻ വിഷയത്തിലേക്ക് വരാം. ഭാരതത്തിൽ നിന്ന് ഞങ്ങളൊരു 24 പേരുള്ള ഒരു ടീം നമ്മുടെ കോഴിക്കോട് തന്നെയുള്ള നൗഫൽക്ക ആൻഡ് ടീമിൻ്റെ സ്കൈ ഡേയ്സുമായി ബന്ധപ്പെട്ടാണ് വിയറ്റ്നാമിലേക്ക് പോകുന്നത്. സിംഗപ്പൂർ എയർവേസിലാണ് പോകുന്നത്. വളരെ ഒന്നാന്തരമായിട്ടുള്ള യാത്ര. നല്ല ഭക്ഷണം കിട്ടും അവരുടെ അടുത്തുനിന്ന്. വളരെ പ്രസിദ്ധമാണ് അവരുടെ ആതിഥ്യ മര്യാദയൊക്കെ. വേണമെങ്കിൽ സ്മോൾ അടിക്കാനും കിട്ടും. അത് കഴിക്കാത്തതിൻ്റെ പേരിൽ കഴിക്കാത്ത ആളുകൾക്ക് വലിയ സങ്കടമൊക്കെ തോന്നും. അങ്ങനെ ആദ്യം സിംഗപ്പൂര്, അതിനുശേഷം വിയറ്റ്നാമിൽ. കൊച്ചിയിൽ നിന്ന് പാതിരയ്ക്ക് തുടങ്ങിയ യാത്ര പിറ്റേന്ന് വൈകുന്നേരം ആകുമ്പോഴാണ് വിയറ്റ്നാമിലെത്തുന്നത്. അവിടെ ഇറങ്ങുമ്പോൾ നമ്മെ കാത്ത് ഗൈഡ് ഉണ്ടാവും.
അദ്ദേഹം വാഹനത്തിൽ നമ്മെ നേരെ ഹോട്ടലിലേക്ക് കൊണ്ടുപോകും. ഇറങ്ങുമ്പോഴേ മനസ്സിലാവും വിമാനത്താവളം ജപ്പാൻ്റെയാണ്, നമ്മൾ പോകുന്ന റോഡ് ജപ്പാൻ്റെയാണ്. നല്ലൊരു പാലം കാണുമ്പോൾ ഗൈഡ് പറയും ഇത് ജപ്പാൻ്റെയാണെന്ന്. തുടർന്നുള്ള ദിവസങ്ങൾ നമ്മൾ കണ്ടു, നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കാണുമ്പോൾ, വലിയ കെട്ടിടങ്ങൾ കാണുമ്പോൾ ഇത് ഇന്നയാളുടെയാണെന്ന് പറയും. ഒന്നുകിൽ ഏതെങ്കിലും രാജ്യത്തിൻ്റെ, അല്ലെങ്കിൽ ബിനാമികളായിട്ടുള്ള ഏതെങ്കിലും രാജ്യത്തെ വ്യക്തികളുടെ. പറഞ്ഞു വരുന്നത് വിയറ്റ്നാമിൽ നടക്കുന്ന വികസനങ്ങൾ മുഴുവൻ മറ്റ് രാജ്യങ്ങളോ കോർപ്പറേറ്റുകളോ നടത്തുന്നതാണ് എന്നൊരു കാര്യം ആദ്യമേ സൂചിപ്പിച്ചു എന്ന് മാത്രം. പിറ്റേന്ന് രാവിലെയാണ് ഞങ്ങൾ കാഴ്ചകൾ കാണാൻ വേണ്ടി ഇറങ്ങുന്നത്. ചെന്ന ദിവസം തന്നെ പലരും അന്ന് വൈകുന്നേരം ഹാനോയിലെ സ്ട്രീറ്റുകളിൽ അവധി ആഘോഷമാണെന്ന് പറഞ്ഞ് പറ്റുന്നവർ കാണാൻ പോയിരുന്നു. പക്ഷേ ഒഫീഷ്യൽ ടൂർ പിറ്റേന്നാണ് ആരംഭിക്കുന്നത്. ഈ ടൂറിനെ കുറിച്ച് മൊത്തത്തിൽ പറയുന്നില്ല, ആളുകൾക്ക് അറിയുകയും ചെയ്യാം. വളരെ ചുരുക്കം ഒരു 3-4 കാര്യങ്ങൾ മാത്രമേ ഇവിടെ സൂചിപ്പിക്കുന്നുള്ളൂ. ഹോച്ചിമിനെ കുറിച്ച് പറയാൻ വേണ്ടിയാണല്ലോ ഈ ഒരു എപ്പിസോഡ് നാം ചെയ്യുന്നത്. ഹോച്ചിമിൻ്റെ ഭൗതിക ശരീരം മറവ് ചെയ്യാതെ സൂക്ഷിച്ചിരിക്കുന്ന ഹോച്ചിമിൻ മുസോളിയം ഞങ്ങൾ ചെന്ന് കണ്ടു. അത് അവിസ്മരണീയമായ ഒരു അനുഭവമായിരുന്നു. ഹോച്ചിമിൻ മരിക്കുമെന്ന് ബോധ്യമായപ്പോൾ തന്നെ അതിനൊരു 3 വർഷം മുമ്പ് തന്നെ വിയറ്റ്നാംകാർ ശവശരീരം കേടുകൂടാതെ സൂക്ഷിക്കുന്നതിൽ ഗവേഷണം നടത്താൻ വേണ്ടി 3 ഡോക്ടർമാരെ ചൈനയിലേക്ക് അയച്ചു. അവരവിടെ പോയിട്ട് കാര്യങ്ങളൊക്കെ പഠിച്ചു വന്ന് റെഡിയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഹോച്ചിമിൻ മരിച്ചപ്പോൾ അവരുടെ നേതൃത്വത്തിൽ ചൈനയിൽ നിന്നുള്ള ഡോക്ടർമാരും വന്ന് അദ്ദേഹത്തിൻ്റെ ശരീരം യാതൊരു കേടും ഒരിക്കലും വരാത്ത വിധത്തിൽ കൃത്യമായി ടെമ്പറേച്ചറൊക്കെ ഊഷ്മാവൊക്കെ പാകപ്പെടുത്തി അവിടെ സൂക്ഷിച്ചിരിക്കുകയാണ്. എന്തൊരു നിശബ്ദതയാണ് അവിടെയെന്നറിയോ? വിയറ്റ്നാമിലെ ജനങ്ങൾ വിശ്വസിക്കുന്നത് അദ്ദേഹം ഉറങ്ങുകയാണെന്നാണ്. വിയറ്റ്നാം വീണ്ടും അതിൻ്റെ പൂർവ്വകാല മഹിമയിലേക്ക് ഉയരുമ്പോൾ അദ്ദേഹം ഉണരുമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഇതിനെ ഒരു അന്ധവിശ്വാസമായിട്ടല്ല, വളരെ ഭവ്യമായ ഭാവനാത്മകമായ പോസിറ്റീവായിട്ടുള്ളൊരു ചിന്തയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഹോച്ചിമിനൊരു സ്വപ്നമുണ്ടായിരുന്നു. തൻ്റെ രാഷ്ട്രത്തിൻ്റെ 2 ഭാഗങ്ങളും തെക്കും വടക്കും ഒന്നു ചേരുന്നതും, അങ്ങനെ ഈ 2 രാഷ്ട്രങ്ങളും ഒന്നു ചേർന്ന രാഷ്ട്രം പരമവൈഭവത്തിലേക്ക് ഉയരുന്നതുമായ സ്വപ്നം. മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ പ്രസംഗം കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. എനിക്ക് ഒരു സ്വപ്നമുണ്ടെന്നും പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എനിക്കൊരു സ്വപ്നമുണ്ട്, എൻ്റെ രാജ്യം ഒരു നാൾ അതിൻ്റെ വിശ്വാസ പ്രമാണങ്ങളുടെ ശരിയായ അർത്ഥതലങ്ങളിലേക്ക് ഉയരുകയും ജ്വലിക്കുകയും ചെയ്യും. വായിച്ചിട്ടില്ലാത്തവർ വായിക്കണം. മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറിൻ്റെ എനിക്കൊരു സ്വപ്നമുണ്ടായിരുന്നു എന്ന് പറയുന്ന പ്രസംഗം. എന്തു മനോഹരമായിട്ടാണ് അദ്ദേഹം തുടരുന്നത്. ജോർജിയയിലെ ചുവന്ന കുന്നുകളിൽ പഴയ അടിമകളുടെയും ഉടമകളുടെയും മക്കൾ സാഹോദര്യത്തിൻ്റെ മേശയ്ക്ക് ചുറ്റും ഒന്നിച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ സ്വപ്നം. അദ്ദേഹത്തിൻ്റെ 4 മക്കളും തൊലിയുടെ നിറം കൊണ്ടല്ലാതെ സ്വഭാവ വൈശിഷ്ട്യത്തിൻ്റെ പേരിൽ അംഗീകരിക്കപ്പെടുന്ന അമേരിക്കയെക്കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സ്വപ്നം. അടിച്ചമർത്തലിൻ്റെയും അനീതിയുടെയും ഉഷ്ണജ്വാലകൾ ഉയർന്നിട്ടുള്ള മരുഭൂമി സംസ്ഥാനമായ മിസിസിപ്പി പോലും സ്വാതന്ത്ര്യത്തിൻ്റെയും നീതിയുടെയും മരുപ്പച്ചയായിട്ട് മാറുന്ന സ്വപ്നം. എന്തൊരു ഉജ്ജ്വലമായ പ്രസംഗമാണെന്നറിയോ? ഇതുപോലെ ഹോച്ചിമിനും ഉണ്ടായിരുന്നു സ്വപ്നം. ആ സ്വപ്നം എന്നാണോ പൂർണ്ണമായ അർത്ഥത്തിൽ സാക്ഷാത്കരിക്കപ്പെടുന്നത്, ആ ദിവസം അദ്ദേഹം വീണ്ടും ഉണരും എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. അതൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. കുട്ടികൾക്ക് അവിടെ വലിയ മുൻഗണനയാണ്. മറ്റുള്ളവരൊക്കെ വളരെ അവിടെ പട്ടാളം അത്രയും ശ്രദ്ധയിൽ നിൽക്കുന്നുണ്ട്, ശ്രദ്ധിക്കണം. കുട്ടികളെ ഹോച്ചിമിന് വലിയ ഇഷ്ടമായിരുന്നു അത്രേ. ഈ ഹോച്ചിമിൻ മുസോളിയം കണ്ട കാഴ്ച നിങ്ങളുടെ മുമ്പിലൊന്ന് വെച്ചു എന്ന് മാത്രം. അതിനുശേഷമാണ് അദ്ദേഹം അവസാന കാലത്ത് ജീവിച്ചിരുന്ന സ്ഥലം,
അദ്ദേഹത്തിൻ്റെ ആ വീട്, ഇതൊക്കെ ഞങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പോയത്. അദ്ദേഹം അവസാന കാലത്ത് ഫ്രഞ്ചുകാർ ഉപേക്ഷിച്ച വലിയ കൊട്ടാരം പോലുള്ള ആ സ്ഥലം അദ്ദേഹത്തിന് കിട്ടുമായിരുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ സൂക്ഷിച്ചതുപോലെ മരം കൊണ്ടുണ്ടാക്കിയ ചെറിയൊരു വീട്ടിലാണ് ആ മനുഷ്യൻ താമസിച്ചത്. അദ്ദേഹം ലാളിത്യത്തിന് വളരെ പ്രസിദ്ധനായിരുന്നു. ലോകത്തുള്ള കമ്മ്യൂണിസ്റ്റുകാർ മുഴുവൻ ചൂഷണം ചെയ്തും ആഡംബരത്തിൽ മുഴുകുകയൊക്കെ ചെയ്ത സമയത്ത് അത് ചെയ്യാത്തൊരു മനുഷ്യനാണ് അദ്ദേഹം. ഒരിക്കലും തൻ്റെ ആഡംബരത്തിനും സുഖസൗകര്യത്തിനും വേണ്ടി സ്റ്റാലിനോ മറ്റുള്ളവരോ ചെയ്തതുപോലെ ആളുകളെ കൊന്ന മനുഷ്യനുമല്ല ഹോച്ചിമിൻ. ഇതാണ് ഹോച്ചിമിൻ്റെ മഹത്വം. അദ്ദേഹത്തിൻ്റെ ആ താമസ സ്ഥലം കാണുന്നത് തന്നെ വളരെ സന്തോഷകരമാണ്. വലിയ ആഡംബര കാറിൽ അദ്ദേഹം കയറുക പോലും ചെയ്യില്ലായിരുന്നു. എപ്പോൾ തൻ്റെ ആവശ്യങ്ങൾക്ക് വിദേശ രാഷ്ട്ര തലവന്മാരെ കൊണ്ടുവരാൻ മാത്രമാണ് അദ്ദേഹം അത് ഉപയോഗിച്ചിരുന്നത്. അദ്ദേഹം സ്വന്തം ആവശ്യത്തിന് ഉപയോഗിച്ചിരുന്ന കാറും വിദേശ രാഷ്ട്ര തലവന്മാരെ സ്വീകരിക്കാൻ ഉപയോഗിച്ചിരുന്ന കാറും അവിടെ വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ പാത്രമാവട്ടെ, അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് അദ്ദേഹം എന്തൊക്കെയാണോ ഉപയോഗിച്ചിരുന്ന ആ സംഗതികളൊക്കെ നമുക്ക് കാണാൻ കഴിയും. എത്ര ലളിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതമെന്ന് അത് നമ്മെ ബോധ്യപ്പെടുത്തും. ഹോച്ചിമിൻ ഉപയോഗിച്ചിരുന്ന ആ സാധനങ്ങളൊക്കെ നോക്കി നിന്ന സമയത്ത് എൻ്റെ മനസ്സ് പെട്ടെന്ന് പോന്നത് ശിവഗിരിയിലേക്കാണ്. ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരു ഉപയോഗിച്ചിരുന്ന ആ സാധനങ്ങളൊക്കെ കണ്ട കാര്യം മനസ്സിലുണ്ട്. പെട്ടെന്ന് മനസ്സ് അങ്ങോട്ട് പോന്നു. രണ്ട് മഹാപുരുഷന്മാർ. ഒരാൾ ഒരു മഹാനായ വിപ്ലവകാരി. അദ്ദേഹം ഉന്നതമായ ആശയങ്ങൾ കൊണ്ടും ലളിത ജീവിതം കൊണ്ടും ജനങ്ങളെ ഉണർത്തി. ഇവിടുത്തെ ആൾ മഹാഋഷി. അദ്ദേഹം അവരുടെ ഭൗതിക ജീവിതവും ആന്തരിക ജീവിതവും ഒരേപോലെ ഭാസുരമാക്കാൻ ആവശ്യമായ രണ്ടു തരം ആശയങ്ങളും, എങ്ങനെ ഭൗതിക ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന ആശയങ്ങളും ഉള്ളുണർത്താൻ വേണ്ടിയിട്ടുള്ള ആധ്യാത്മികമായ ആശയങ്ങളും ഒന്നിച്ചു നൽകിയ ഒരു മഹാനായ ഋഷി. രണ്ടും മഹാവിപ്ലവകാരികൾ. ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു പോയി എന്ന് മാത്രം. കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ച ആ കാര്യമാണ് വീണ്ടും പറയാൻ പോകുന്നത്. അദ്ദേഹം രണ്ട് വിയറ്റ്നാമുകൾ രണ്ടായി നിന്നിരുന്ന സമയത്ത് അദ്ദേഹം തൻ്റെ വീടിൻ്റെ മുമ്പിൽ വിയറ്റ്നാമിലെ എല്ലാ ഭാഗത്തു നിന്നുള്ള ആളുകളെ കൊടുന്ന് വിയറ്റ്നാമിൻ്റെ മാപ്പ് പോലെ അദ്ദേഹം എന്തുണ്ടാക്കി? ഒരു വലിയ തടാകം നിർമ്മിച്ചു. ആ തടാകം അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ എങ്ങനെയാണ് ആളുകളുടെ ഉള്ളിൽ ദേശീയബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ മഹാനായ മനുഷ്യൻ വിപ്ലവകാരി പരിശ്രമിച്ചത് എന്ന് നമുക്ക് ബോധ്യപ്പെടും. ഇത് ഹോച്ചിമിനെക്കുറിച്ച് കൂടുതൽ കടക്കുന്നില്ല, ചെറുതായിട്ടൊന്നുകൂടി സൂചിപ്പിച്ചു എന്ന് മാത്രം. പക്ഷേ നമ്മുടെ ഓരോരുത്തരും ഒരിക്കലെങ്കിലും സാധിക്കുമെങ്കിൽ ആ പ്രദേശം ഒന്ന് സന്ദർശിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. 7ാം ക്ലാസ്സിൽ നിന്നുണ്ടായ എൻ്റെ ആ മോഹമാണ് ഈ ഒരു യാത്രയിൽ പൂവണിഞ്ഞത്. ഞങ്ങളുടെ സ്കൂളിൽ ക്ലാസ് എടുക്കാൻ വന്ന മാഷ്, ചരിത്രം പഠിപ്പിക്കാൻ വന്ന മാഷ് ആരോമൽ ചേകവർ അംഗം വെട്ടിയ കഥകളും ഉണ്ണിയാർച്ചയുടെ നാദാപുരത്തെ വിലാസങ്ങളും പറയുന്നതിന് പകരം അദ്ദേഹം ഞങ്ങൾ കുട്ടികളുടെ മുമ്പിൽ വെച്ചത് വിയറ്റ്നാം ജനതയെക്കുറിച്ചിട്ടാണ്. 58,000 അമേരിക്കൻ പട്ടാളക്കാർക്ക് ജീവൻ വെടിയേണ്ടി വന്ന അവർ നടത്തിയ ഉജ്ജ്വലമായ യുദ്ധം. ഏജൻ്റ് ഓറഞ്ച് എന്ന രാസവസ്തു പ്രയോഗിച്ച് വിയറ്റ്നാമിലെ കാടുകളെ അമേരിക്കക്കാർ നശിപ്പിച്ചതിൻ്റെ ചിത്രം. രാവിലെ പാടത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു കയ്യിൽ തോക്കും ഒരു കയ്യിൽ പണിയായുധങ്ങളുമായിട്ട് ഇറങ്ങിയിരുന്ന വിയറ്റ്നാമിലെ പട്ടാളക്കാരും കർഷകരുമായിട്ടുള്ള ആളുകളുടെ ചിത്രം. അമേരിക്കയുടെ വിമാനങ്ങളെ കാണുന്ന സമയത്ത് കൈക്കോട്ട് താഴെ വെച്ചിട്ട് തോക്കെടുത്തിരുന്ന അവരുടെ ചിത്രം. ഇത് മനസ്സിലുണ്ടാക്കിയൊരു ചിത്രമുണ്ട്. അത്തരത്തിൽ ആളുകളെ മാറ്റം വരുത്താൻ കഴിഞ്ഞ, മനോഭാവത്തിൽ മാറ്റാൻ കഴിഞ്ഞ, ധീരരായ ആളുകളെ സൃഷ്ടിക്കാൻ കഴിഞ്ഞ വിപ്ലവകാരിയായിരുന്നു ഹോച്ചിമിൻ. മറ്റ് ഏതൊരു ലോകത്തെ കമ്മ്യൂണിസ്റ്റിനേക്കാളും ലളിതമായി ജീവിച്ച, ആളുകളെ സ്നേഹിച്ച മനുഷ്യനായിരുന്നു എന്നുകൂടി എൻ്റെ ആവശ്യപ്പെട്ട സുഹൃത്തിനു വേണ്ടിയിട്ട് പറയുന്നു. പിന്നീട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വിയറ്റ്നാമിൻ്റെ തെരുവുകളിലെ ശനി ഞായർ ദിവസങ്ങളിൽ നമ്മുടെ കോഴിക്കോട് മിഠായി തെരുവോ, എറണാകുളത്ത് നമ്മുടെ മറൈൻ ഡ്രൈവോ, തൃശ്ശൂരിലുള്ള നമ്മുടെ റൗണ്ടോ, ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ ശനി ഞായർ ദിവസങ്ങളിൽ ഒരു 5 മണിയോടുകൂടി വാഹനങ്ങളൊന്നും പ്രവേശിക്കാതെ ഒന്ന് അടച്ചിടുന്ന കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് അവിടെയൊക്കെ തെരുവിൽ നല്ല ഫുഡുകളുമായിട്ട് ആളുകൾ, ചില സ്ഥലത്ത് കഥകളി നടക്കുന്നു, ചില സ്ഥലത്ത് സിനിമാ പാട്ടുകൾ പാടുന്നു,
ചില സ്ഥലത്ത് ശാസ്ത്രീയ സംഗീതം ആളുകൾ ആലപിക്കുന്നു, ചില സ്ഥലത്ത് ഓട്ടംതുള്ളൽ നടക്കുന്നു, ചില സ്ഥലത്ത് കുട്ടികൾ ഡാൻസ് ചെയ്യുന്നു, ഈ റോട്ടിൽ തന്നെ കുട്ടികൾ പന്ത് കളിക്കുന്നു. ഒരാഘോഷമാണ്, ആഘോഷത്തിൻ്റെ രാവുകളാണ്. ഇത് ഹാനോയ് ടൗണിൽ ഒഴിവ് ദിവസങ്ങളിൽ ഇവർ ആഘോഷിക്കുന്നതാണ് ഇവരുടെ ജീവിതം. പക്ഷേ യാതൊരു അരാജകത്വം അവിടെ സംഭവിക്കുന്നില്ല. ആളുകളൊരു അല്പം മദ്യപിച്ചിട്ടുണ്ടാവാം, അവർ വലിച്ചിട്ടുണ്ടാവാം, എങ്കിലും യാതൊരു പ്രശ്നവുമില്ലാതെ ഇതവിടെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഒരു സമയം ഞാൻ ഇവിടെ ഇതിങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചപ്പോൾ തന്നെ ഓരോ ദിവസവും അവിടെ നടക്കാവുന്ന കലാപങ്ങളെക്കുറിച്ചും ഓർത്തു. നമ്മുടെ നാട്ടിൽ ഇത് നടക്കുകയാണെങ്കിൽ ആലോചിച്ചു എന്ന് മാത്രം. അതും വളരെ രസകരവും സന്തോഷകരവുമായ ഒരു യാത്രയായിരുന്നു. പിന്നീട് 2-3 കാര്യങ്ങൾ മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ. നമ്മൾ പോയ ഒരു സ്ഥലം അവിടുത്തെ ഒരു ക്ഷേത്രമായിരുന്നു. ക്ഷേത്രം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലുള്ള ക്ഷേത്രമൊന്നുമല്ല. ദി ടെമ്പിൾ ഓഫ് ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന സ്ഥലമാണ്. കലയുടെയും സാഹിത്യത്തിൻ്റെയും ക്ഷേത്രം. നമ്മുടെ നാട്ടിലേത് പറയുകയാണെങ്കിൽ ശാരദാപീഠം എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള അവിടെയുള്ള വിഗ്രഹം നമ്മുടെ കൺഫ്യൂഷ്യസിൻ്റെയൊക്കെയാണ്. ശാരദാപീഠം എന്നൊക്കെ പറയാവുന്ന തരത്തിൽ ആളുകൾ അവിടെ സന്ദർശിക്കുന്നതും വലിയ ബിരുദങ്ങൾ നേടിയിട്ട് അവിടെ ചെന്നിട്ടൊന്ന് സമർപ്പിക്കുന്നതും ഒക്കെ വലിയ കാര്യമായിട്ട് ആളുകൾ കരുതിയിരുന്നൊരു സ്ഥലം. അതൊരു രസകരമായ വലിയൊരു ക്ഷേത്ര സമുച്ചയമാണ്. ആരെങ്കിലും വിയറ്റ്നാമിൽ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സന്ദർശിക്കേണ്ടുന്ന ഒരു സ്ഥലം. അവിടെ വെച്ച് കുറച്ച് വിയറ്റ്നാമീസ് കുട്ടികളെ കണ്ടു. അവരോട് ചേർന്ന് ഫോട്ടോ എടുത്തു. ഈ കുട്ടികളുമായി ചേർന്ന് ഫോട്ടോ എടുക്കുമ്പോൾ ഈ കുട്ടികളെ കണ്ടപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മുടെ ലഡാക്കിൽ ലേയിലുള്ള ഒരു സ്കൂളാണ്. എല്ലാവർക്കും അറിയാം ആ സ്കൂള്. നമ്മൾ 3 ഇഡിയറ്റ്സ് എന്ന് പറയുന്ന സിനിമ കാണുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ടാവും ആ സ്കൂള്. അവിടുത്തെ കുട്ടികളെപ്പോലെ തോന്നിക്കുന്ന ധാരാളം കുട്ടികൾ അവരുടെ കൂടെ നിന്നിട്ട് ഞങ്ങൾ ഫോട്ടോ എടുക്കുകയുണ്ടായി. ആ സ്കൂളിൽ ഇതിൻ്റെ കാര്യം പെട്ടെന്ന് ഇങ്ങോട്ട് നമ്മുടെ ചിന്ത ലേയിലേക്ക് വന്നതിൻ്റെ കാര്യം ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചു. ഈ സ്കൂളിൻ്റെ പേര് റാഞ്ചോ സ്കൂൾ എന്നാണ്, നമ്മുടെ ലേയിലുള്ള സ്കൂളിൻ്റെ പേര്. ഈ റാഞ്ചോ സ്കൂൾ എന്ന് പറയുന്ന പേര് മാറ്റിത്തരണമെന്ന് പറഞ്ഞിട്ട് സ്കൂളിൻ്റെ അധികാരികൾ കേസ് കൊടുത്തിരിക്കുകയാണ്. കാരണം ആ സ്കൂളിൻ്റെ പേര് അതായിരുന്നില്ല. 3 ഇഡിയറ്റ്സ് എന്ന് പറയുന്ന സിനിമയിലെ കഥ നമ്മുടെ സോനു വാങ്ചുക്ക് എന്ന് പറയുന്ന ആളുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിത കഥ തന്നെയാണ്. ആ കഥയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് ആമീർ ഖാൻ ആ സിനിമ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തോ പോങ് ചു വാങ്ഡു എന്നോ മറ്റോ ആണ് അതിൽ ആ സിനിമയിൽ ആമീർ ഖാൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ പേര്. അതൊരു റിയൽ കഥാപാത്രമാണ്. അദ്ദേഹം ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറാണ്, പരിസ്ഥിതി പ്രവർത്തകനാണ്. ഇപ്പോഴും ലഡാക്ക് പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പൗരനുമായിട്ട് അദ്ദേഹം നിലനിൽക്കുന്നു. ആ സ്കൂളാണ് നമ്മൾ കണ്ടത്. ഇതേപോലൊരു തോന്നലുണ്ടായി. ഇവിടെയാണ് പറയുന്നത് വിയറ്റ്നാമിൽ ചെന്നപ്പോൾ അവിടുത്തെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടായിരുന്നു. നമ്മുടെ ഒരു പാക്കേജ്ഡ് ടൂർ ആയത് കാരണം നമ്മൾക്ക് വിദ്യാലയങ്ങളൊന്നും സന്ദർശിക്കാൻ കഴിഞ്ഞില്ല. ലഡാക്കിലെ സ്കൂളിനെ പറ്റി പറയാം. ആ സിനിമയിൽ പറയുന്ന സംഭവങ്ങൾക്കൊന്നും അല്ല പ്രാധാന്യം. ആ സിനിമ നമുക്ക് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശം ഇതാണ്: കുട്ടികളുടെ മനസ്സിനെ വികസിപ്പിക്കണം, അവരുടെ ഭാവനയെ വികസിപ്പിക്കണം, അവരുടെ ബുദ്ധിയെ വികസിപ്പിക്കണം, അവരെ ക്രിയേറ്റീവ് ആക്കണം. ഇതാണ് ആ സിനിമ നമുക്ക് നൽകുന്ന സന്ദേശം. ഇതേപോലെയുള്ള വിദ്യാഭ്യാസമാണോ അവിടെ എന്നറിയില്ല. എങ്കിലും മനസ്സ് പെട്ടെന്ന് ശാരദാപീഠത്തിന് തുല്യമായ ആ ടെമ്പിൾ ഓഫ് ആർട്ട് ആൻഡ് ലിറ്ററേച്ചറിൽ നിന്നപ്പോൾ മനസ്സ് ഇങ്ങോട്ട് വന്നു എന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. പിന്നെ വിയറ്റ്നാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചകൾ 2 ഒന്ന് നിൻ ബിൻ എന്ന് പറയും. ഉച്ചാരണം ഒരുപക്ഷെ വേറെ ആയിരിക്കും. നമ്മൾ കിങ്കോങ് സിനിമയൊക്കെ കണ്ട ആളുകളുണ്ടാവും. ആ സിനിമയിൽ നമ്മൾ കാണുന്ന മനോഹരമായ സ്ഥലം ഇതിനെ ബേസ് ചെയ്തിട്ടാണ്. ആ സിനിമയ്ക്കുള്ള ഒരു സ്കൾ ഐലൻഡൊക്കെ ഉണ്ടാക്കിയത് ഇവിടെയാണെന്നാണ് പറയുന്നത്. 1.5 മണിക്കൂർ നേരം ഹാനോയിൽ നിന്ന് ഏതാണ്ട് 70 കിലോമീറ്റർ അപ്പുറമുള്ള നിൻബിൻ നദിയിലൂടെയുള്ളൊരു യാത്ര. അതിൽ പ്രകൃതി തന്നെ നിർമ്മിച്ചിട്ടുള്ള ഗുഹകളുണ്ട്. ഈ ഗുഹയുടെ ഉള്ളിലൂടെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോകും. ഈ ഗുഹയുടെ ഉള്ളിലൂടെ പോകുമ്പോൾ നമുക്ക് കാണാം സ്റ്റാലക്ടൈറ്റുകളും സ്റ്റാലക്മൈറ്റുകളും. സ്റ്റാലക്ടൈറ്റുകൾ മുകളിൽ നിന്ന് താഴേക്ക് തൂങ്ങി നിൽക്കുന്നത് കാണാം, സ്റ്റാലക്മൈറ്റുകൾ താഴെ നിന്ന് മുകളിലേക്കും. അതിൻ്റെ രസതന്ത്രത്തിലേക്കൊന്നും കിടക്കുന്നില്ല. കുട്ടികൾ പഠിച്ചിട്ടുണ്ടാവും. ചുണ്ണാമ്പ് കല്ലുകളുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ അത് കാൽസ്യം സൾഫേറ്റ് ജിപ്സം ആവട്ടെ, കാൽസ്യം കാർബണേറ്റ് ആവട്ടെ, അതിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഇറ്റിറ്റ് വീഴുമ്പോൾ
ആ വെള്ളം ഒന്ന് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന റെസിഡ്യൂ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നതാണ്. മനോഹരമായ സ്റ്റാലക്ടൈറ്റുകളും സ്റ്റാലഗ്മൈറ്റുകളും ഉള്ള ഈ നദിയിലൂടെ, അതിലെ ഗുഹകളിലൂടെയുള്ളൊരു യാത്ര വലിയൊരു അനുഭവമാണ്. ഈ അനുഭവത്തിൻ്റെ വലിയൊരു രൂപം നമുക്ക് കിട്ടും ഹാലോങ് ബേയിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത്. ഇത് ചെറിയൊരു അനുഭവമാണ്. ഒരു തമാശ സംഭവം കൂടി സൂചിപ്പിക്കാം. വിയറ്റ്നാമിൽ ചെന്നപ്പോൾ അവിടുത്തെ ഭക്ഷണം അവരധികം ഉപ്പോ പുളിയോ മുളകോ ഒന്നും ഇല്ലാതെ ഉണ്ടാക്കിയ ഭക്ഷണം. ഇവിടെ നിന്ന് ചെല്ലുന്നവർക്കൊന്നും വിയറ്റ്നാമിലെ ആ സാമ്പ്രദായിക ഭക്ഷണം ആർക്കും ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങളിങ്ങനെ നിൻബിൻ നദിയിലൂടെയുള്ള ആ യാത്രയ്ക്ക് പോകുന്ന സമയത്ത് ഞങ്ങളോട് ഗൈഡ് പറഞ്ഞു, ഇന്ന് നിങ്ങൾക്ക് വളരെ രുചികരമായ ഒരു ഭക്ഷണം കിട്ടും, അത് ആട് വറുത്തതാണ്. എന്നിട്ട് ആടിൻ്റെ ഒരു ചിത്രമൊക്കെ അദ്ദേഹം കാണിച്ചു തന്നു. അത് അവിടെ നമ്മൾ ഈ കാണുന്ന നദിയുടെ അവിടെയുള്ള നല്ല കാടുകളിലെ ഔഷധ സസ്യമൊക്കെ ചെയ്തിട്ടുള്ള നല്ല ഗുണമുള്ള ആടിൻ്റെ ഇറച്ചിയാണെന്ന്. ഞങ്ങളുടെ കൂടെയുള്ള ആളുകൾക്ക് ഇതിൽ അല്പം മസാല കൂടി ഉണ്ടായിരുന്നെങ്കിലെന്ന് അവർക്ക് തോന്നി. ഉടനെ അവർ പറഞ്ഞു, ഗൈഡിനോട് പറഞ്ഞു, നിങ്ങൾ അവരെ ഒന്ന് വിളിച്ചു പറയോ, അതിലൊരു ലേശം ഉപ്പും മുളകും ഒക്കെ ഉണ്ടായിക്കോട്ടെ എന്ന്. ഞങ്ങൾ യാത്രയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ കയറി ചെന്നു. ഭക്ഷണം മുമ്പിൽ റെഡി. നല്ല രസമായിരുന്നു. അവരുണ്ടാക്കി വെച്ചിരുന്ന ആ ആട് വറുത്തതിൽ ഏതാണ് ബ്രാൻഡ് എന്നറിയില്ല, സൂപ്പർനോവയാണോ മേളോ ആണോ എന്നൊന്നും അറിയില്ല, സ്പ്രിങ്കിളാണോ അഥവാ ടാറ്റയാണോ എന്നും അറിയില്ല. ഒരു പാക്കറ്റ് ഉപ്പും ഒരു പാക്കറ്റ് മുളകും വെതറിയിട്ട് ആ സാധനമാണ് ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നത്. ഒരാൾക്ക് പോലും ഒരു കഷ്ണം പോലും കഴിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല. അവിടുന്ന് ചില ആളുകൾ വൈൻ കുടിച്ചു. വൈൻ കുടിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് വലിയ കുപ്പി ഭരണികളിൽ ഈ വൈൻ ഉണ്ടാക്കുന്നത് കണ്ട്, ചിലതിൽ പാമ്പ്, ചിലതിൽ പാറ്റ, ചിലതിലാണെങ്കിൽ തേള്, ആട് എന്ന് വേണ്ട സകല ജീവികളെ ഇട്ട് വെച്ചിരിക്കുന്നത്. ചിലരൊക്കെ ഈ കഴിച്ച ആളുകളൊക്കെ അതിന് ശേഷം ഛർദ്ദിക്കുകയും ചെയ്തു. അടുത്ത ഒരു കാര്യം കൂടി പറയുന്നതോട് കൂടിയിട്ട് ഈ യാത്രാ വിവരണം അവസാനിക്കും. ഹാലോങ് ബേ അത് വല്ലാത്തൊരു അനുഭവമാണ്. കടലിൽ 2500ഓളം ചെറു ദ്വീപുകളുള്ള മനോഹരമായ ഒരു സ്ഥലമാണത്. ഒരു ക്രൂയിസിൽ വേണം, ഒരു ആഡംബര കപ്പലിൽ വേണം നമുക്ക് അവിടേക്ക് പോകാൻ. ആ കപ്പലിൽ ഒരു ദിവസത്തെ താമസം വല്ലാത്തൊരു അനുഭവമാണ്. ഈ കപ്പലിൽ നിന്ന് നമ്മൾ ചെറിയ ബോട്ടുകളിൽ അവിടെയുള്ള ദ്വീപുകളിലേക്കൊക്കെ കൊണ്ടുപോകും. ഒരു ദ്വീപിൽ പോലും ജനവാസമില്ല. വിവിധ മൃഗങ്ങളെയൊക്കെ നമ്മൾക്ക് അതിൽ, പ്രത്യേകിച്ച് കുരങ്ങനും അതുപോലുള്ള മൃഗങ്ങളെയൊക്കെ നമുക്ക് കാണാൻ കഴിയും. മനോഹരമായിട്ട് കുളിക്കാൻ പറ്റിയ ഒരു ദ്വീപും അവിടെ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ആവശ്യക്കാർക്ക് അവിടെ കുളിക്കാം. തിരിച്ച് നമ്മൾ കപ്പലിൽ വന്നിട്ടൊരു രാത്രി അതിൽ താമസിക്കും, കടലിൽ നിന്ന് പിടിച്ച മത്സ്യങ്ങളൊക്കെ ഉള്ള ഭക്ഷണങ്ങളൊക്കെ ആയിട്ട്. അത് വല്ലാത്തൊരനുഭവമായിരുന്നു ഒരു രാത്രി അതിൽ ചിലവഴിക്കുന്നത്. മാത്രമല്ല, അതിൻ്റെ കപ്പലിൻ്റെ മുകളിൽ പ്രഭാതത്തിൽ അതിൻ്റെ ഡെക്കിൽ ഇരുന്നു കൊണ്ടിട്ട് ഉദയം കാണുന്നതും വല്ലാത്തൊരു അനുഭവമായിരുന്നു. ഇതാണ് യാത്രാ വിവരണം എന്ന ഒന്നാം ഭാഗത്തിൽ പറയാനുള്ളത്. ഒരു ചിത്രം കൂടി നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഇത് അവസാനിപ്പിക്കുന്നത്. വിയറ്റ്നാമിൽ ശ്രദ്ധിച്ച ഒരു കാര്യം, അവിടെ പുരുഷന്മാരെക്കാൾ കാര്യഗൗരവം സ്ത്രീകൾക്കാണെന്ന് മനസ്സിലായി. ഞങ്ങൾ അവിടെ ചെന്ന അന്ന് മുതൽ ഹോട്ടലിൻ്റെ പുറത്ത് സൈക്കിളുകളിൽ തുണി വിൽക്കാൻ വരുന്ന ധാരാളം സ്ത്രീകളുണ്ടായിരുന്നു. അതിലൊരു പെൺകുട്ടി വ്യത്യസ്തയായിരുന്നു. കച്ചവടത്തിന് അവരുടെ സ്മാർട്ട്നെസ്, കച്ചവടം ചെയ്യാനുള്ള കഴിവ്, അവരുടെ ഊർജ്ജസ്വലത, ആളുകളോട് ഇടപെടുന്ന രീതി, ഇതെല്ലാം ഏവരാലും ശ്രദ്ധിക്കപ്പെടുമായിരുന്നു. ഞങ്ങൾ ഈ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴത്തേന് ഒരു ചെറിയ നമ്മുടെ MIT മൂസയുടേത് മാതിരിയുള്ള ഒരു വണ്ടിയിൽ 1,00,000 രൂപയുടെയെങ്കിലും വസ്ത്രം അവിടെ കയ്യിലുണ്ടാവും. വിയറ്റ്നാമിൻ്റെ നാണയം ഡോങ് ആണ്. ഈ ഡോങ് എന്ന് പറയുന്നത് നമ്മുടെ 1 രൂപ അവരുടെ ഏതാണ്ട് 290 വരും. ഏതാണ്ട് 300 ഡോങ് കിട്ടും 1 രൂപ കൊടുത്തു കഴിഞ്ഞാൽ. അതുകൊണ്ട് നമുക്ക് കണക്ക് കൂട്ടാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ആദ്യം തന്നെ കണക്കാക്കി വെച്ചിരുന്നു. നമ്മുടെ 100 രൂപ എന്ന് പറയുന്നത് അവരുടെ ഒരു 30,000 ഡോങ്. അപ്പോൾ ഒരാൾ ഒരു സാധനത്തിന് നമ്മളോട് ഇപ്പോൾ പറയുകയാണ് 300 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ അത് വെച്ചിട്ട് നമ്മളുടെ മനസ്സിലുള്ള സംഗതി വെച്ചിട്ട് ഇപ്പോൾ 1,00,000 അവരുടെ വില എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 330 രൂപയോളം വരുമെന്ന് മനസ്സിലാക്കിയിട്ട് സാധനം വാങ്ങുക. ഈ നാണയം ഇല്ലാതെ തന്നെ ഇവർ ഇന്ത്യക്കാരൻ്റെ റുപ്പീസ് വെച്ചിട്ട് സാധനങ്ങൾ, തുണിയൊക്കെ കച്ചവടം ചെയ്തു. തുണിയാണ് ഇവരുടെ കയ്യിലുണ്ടായിരുന്നത്. ഈ കുട്ടിയുടെ, ഞാൻ ഈ പറയാൻ പോകുന്ന കുട്ടിയുടെ കയ്യിലുണ്ടായിരുന്നത് തുണി തന്നെയാണ്. ഈ തുണി കച്ചവടം നടക്കും. ഞങ്ങൾ ഇവിടുന്ന് ഒരു ഹോട്ടലിലേക്ക് ഇവർ കൊണ്ടുപോകുമ്പോഴേക്ക്, ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ഇറങ്ങുമ്പോഴത്തേന് ഈ വാഹനം അവിടെ എത്തിയിട്ടുണ്ടാവും. 3-4 കിലോമീറ്റർ അപ്പുറമുള്ള ഹോട്ടലിൻ്റെ അവിടെ, ഇന്ത്യൻ ഹോട്ടലിൻ്റെ അവിടെ എത്തിയിട്ടുണ്ടാവും.
തിരിച്ച് ഞങ്ങളുടെ ഈ വാഹനം എത്തുമ്പോഴത്തേന് വീണ്ടും ഇവരെത്തും. ഇങ്ങനെ ഞങ്ങളവിടെ ഉണ്ടായിരുന്ന 4 ദിവസവും തുണിക്കച്ചവടം നടത്തിയ ഊർജ്ജസ്വലയായ ഒരു പെൺകുട്ടിയെക്കുറിച്ചാണ് പറയുന്നത്. ഈ പെൺകുട്ടി കച്ചവടത്തിൽ കാണിച്ച മികവാണ് പറയുന്നത്. പെൺകുട്ടികൾ വളരെ സ്മാർട്ടായി കാണുന്നവരെ പപ്പേട്ടൻ്റെ കഥ വായിച്ച അന്ന് മുതൽ ഞാൻ വിളിക്കുന്ന ഒരു പേരുണ്ട്, പ്രകാശം പരത്തുന്ന ഒരു പെൺകുട്ടി. ശരിക്ക് ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും പെൺകുട്ടികൾ വളരെ സ്മാർട്ടായി നിൽക്കുന്ന കാഴ്ചകളൊരു സന്തോഷകരമായ കാഴ്ചയാണ്. സ്വന്തമായിട്ട് ജീവിതത്തിനൊരു അർത്ഥം നൽകണമെന്നുണ്ടെങ്കിൽ അവർക്കൊരു തൊഴിൽ വേണം, സ്മാർട്ട്നെസ് വേണം എന്ന കാര്യത്തിൽ വളരെ താല്പര്യമുള്ള സന്തോഷമുള്ള ഒരാളെന്ന നിലയിൽ ഈ പെൺകുട്ടിയുടെ കാര്യം ശ്രദ്ധിച്ചിരുന്നു. ഇനി പറയാൻ പോകുന്നതാണ് തമാശ. ഞങ്ങൾ വിയറ്റ്നാമിൻ്റെ ടൂർ കഴിഞ്ഞ് തിരിച്ചു പോരുകയാണ്. ഈ പെൺകുട്ടിയുടെ സ്മാർട്ട്നെസ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആരെയോ ആകർഷിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആരുടെയോ സ്മാർട്ട്നെസ് ആ പെൺകുട്ടിയെയും ആകർഷിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞങ്ങൾ തിരിച്ചു പോരുന്ന ആ സീന്, ക്യാമറയിലുള്ള ഫോട്ടോ നിങ്ങളെ ഒന്ന് കാണിക്കാം. ആ പെൺകുട്ടി യാത്ര പറയുന്നു. ആ പെൺകുട്ടി യാത്ര പറയുമ്പോൾ ഭാരതത്തിലെ കാഴ്ച കാണാൻ ചേട്ടാ ഞാനും വരട്ടെയോ നിൻ്റെ കൂടെ എന്നൊരു ഭാവം അവളിലുള്ളതായിട്ട് കാണാം. നീയില്ലെങ്കിലും ജീവിത നൗക നീളെ നീളെ പോവുകയില്ല എന്നിവൻ്റെ മനസ്സിലുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഇതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ അറിയുന്നത് കൊണ്ട് പാടില്ല പാടില്ല നമ്മൾ എന്ന് ഞങ്ങളുടെ ബസ്സിൽ പുറകിലിരുന്ന് ആരാണെന്ന് അറിയില്ല, ഞാനത് ശ്രദ്ധിച്ചില്ല. അത് ശ്രദ്ധിക്കണ്ട എന്ന് മനഃപൂർവ്വം വെച്ചതാണ്. ആരോ പറയുന്നുണ്ടായിരുന്നു. ഏതായാലും ഒരു ദുഃഖഭാവം ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. ഒരു സിനിമയുണ്ട് പഴയ കള്ളി ചെല്ലമ്മയിലെ ജയചന്ദ്രൻ പാടിയ രാഘവ മാഷയുടെ ആ മനോഹരമായ പാട്ട്. അതിൽ കടത്തുവെള്ളം യാത്രയായി കരയിൽ നീ മാത്രമായി എന്ന് പറയുമ്പോഴുള്ള ഒരു ശോകഭാവം ഈ വാഹനത്തിൽ തിരിച്ചു പോരുമ്പോൾ ഞങ്ങൾക്ക് തോന്നി. ഞങ്ങൾ വാഹനത്തിൽ കയറി തിരിച്ചു പോന്നു. ഒരു കാര്യം കൂടി പറയുന്നു. വളരെ വിഷമകരമായ എന്നാൽ അത്രയ്ക്ക് വിഷമമാവാത്തൊരനുഭവം കൂടി ഉണ്ടായി. എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഹാനോയിലെ സ്ട്രീറ്റ് ട്രെയിനിനെ കുറിച്ച്. ആളുകളുടെ താമസ സ്ഥലത്തിനിടയിലൂടെ പോകുന്ന ട്രെയിന്. അത് കാണാൻ ഞങ്ങളും പോയി. ഞാനും അത് ട്രെയിൻ വരുന്നത് ഇങ്ങനെ എൻ്റെ ഫോണിലെ ക്യാമറയിൽ പകർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ തൊട്ട് പുറകിൽ നിന്ന് ഭാര്യയും പകർത്തുന്നുണ്ടായിരുന്നു. അതിനിടയിലുള്ള ഈ ഒരു കാഴ്ച നിങ്ങൾക്കത് കാണാം. ഈ ട്രെയിൻ വന്ന് ട്രെയിനിന് പുറം തിരിഞ്ഞ് നിന്ന് സെൽഫി എടുത്തിരുന്ന ഒരു ചെറുപ്പക്കാരനെ ഈ ട്രെയിൻ ഇടിച്ചു തെറിപ്പിക്കുന്ന ഒരു വീടിനകത്തേക്കാണ് അദ്ദേഹം, വീടിനുള്ളിലേക്കാണ് അദ്ദേഹം തെറിച്ചു പോകുന്നത്. വലിയ പരിക്കുകളില്ലാതെ അദ്ദേഹം രക്ഷപ്പെട്ടു. ആ ഒരു കാഴ്ച കൂടി നമുക്കിവിടെ കാണാം. അതുകൊണ്ട് വിയറ്റ്നാം യാത്രാ വിവരണത്തിൻ്റെ 1-ാം ഭാഗം, വിയറ്റ്നാമിൻ്റെ ഒരു യാത്രാ വിവരണം എന്നുള്ള അർത്ഥത്തിലുള്ള ഭാഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇത് സുഹൃത്തിനു വേണ്ടി ഓച്ചിമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ കുറച്ച് കൂടുതൽ പറഞ്ഞതാണ്. ഇനിയാണ് നിങ്ങൾ കേൾക്കാനിടയില്ലാത്ത 2-ാം ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുന്നത്. ഇനി ഞാൻ മഹാഭാരത കാലത്തേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരിക. ദുര്യോധനന് വേണ്ടി ഒരു അക്ഷൗഹിണി പടയെ അയച്ച ഭാരതത്തിലെ 16 ജനപദങ്ങളിൽ ഒന്നായ ഒരു ദേശമുണ്ട്. ആ ദേശത്തിൻ്റെ പേര് ചമ്പ എന്നാണ്. ചമ്പ. ആ ദേശം വിയറ്റ്നാമായിരുന്നു. അംഗം, അസ്മാകം, ഗാന്ധാരം, കോസലം, പാഞ്ചാലം, ശൂരസേനം, ബ്രജി, ചമ്പ എന്നിങ്ങനെ മഹത്തായ 16 ജനപദങ്ങളുണ്ടായിരുന്നു ഭാരതത്തിൽ. ഭാരതത്തിൻ്റെ ഭാഗമായിട്ട് അതിലൊരു ഭാഗമായിരുന്നു വിയറ്റ്നാം അഥവാ ചമ്പ ദേശം. വിയറ്റ്നാമിൻ്റെ മാപ്പ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. മുകളിൽ ഇങ്ങനെ ഒരു സർപ്പം പത്തി വിടർത്തി നിൽക്കുന്നത് പോലെ, പിന്നെ അവിടുന്ന് ഇങ്ങനെ വളഞ്ഞ് താണ് ഇങ്ങനെ താഴേക്ക് വരുന്ന. ഇതിലെ വടക്കൻ വിയറ്റ്നാം അതിൻ്റെ കുറച്ച് ഭാഗം ചൈനയുടെ ഭാഗമായിരുന്നു. ബാക്കി ഭാഗം ഭാരതത്തിൻ്റെ ഭാഗമായിരുന്ന ചമ്പ ദേശമായിരുന്നു. ഒരു നദിയെക്കുറിച്ച് ഞാൻ പറയാം. ഗംഗാദേവി എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഗൂഗിളിൽ മാങ്കോങ് ദേവി അല്ലെങ്കിൽ മാങ്കോങ് ഗോഡസ് എന്ന് സെർച്ച് ചെയ്താൽ ഒരു ദേവിയുടെ ചിത്രം കിട്ടും. എന്താണ് ഈ മാങ്കോങ്? ഒരു നദിയെക്കുറിച്ച് ഞാൻ പറയാം. ഏഷ്യയിലെ ഏറ്റവും വലിയ നദികളിൽ 7-ാമത്തെ ഒരു നദിയുണ്ട്. മേങ്കോങ് എന്നാണ് അതിപ്പോൾ അറിയപ്പെടുന്നത്.
നമ്മുടെ തിബത്തിൽ നിന്ന് ഉദ്ഭവിക്കുന്നു, ബർമ്മയിലൂടെ അതായത് മ്യാൻമാറിലൂടെ, എന്നിട്ട് അത് ലാവോസിലേക്ക് കിടക്കുന്നു, ലാവോസിൽ നിന്ന് തായ്ലൻഡിലേക്ക് കടക്കുന്നു, തായ്ലൻഡിൽ നിന്ന് കംബോഡിയയിലേക്ക് കടക്കുന്നു, കംബോഡിയയിൽ നിന്ന് വിയറ്റ്നാമിൽ കടക്കുന്നു, വിയറ്റ്നാമിൽ നിന്ന് നമ്മുടെ പഴയ ചമ്പാ സമുദ്രം, ചമ്പാ സീ എന്നാണ് അറിയപ്പെടുക, ഇപ്പോൾ അത് ചൈന സമുദ്രം എന്നാണ് അറിയപ്പെടുന്നത്. ആ സമുദ്രത്തിലേക്ക് പോകുന്ന ഒരു നദിയുണ്ട്. ആ നദിയുടെ പേര് ഗംഗ എന്നായിരുന്നു. മേങ്കോങ്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഗൈഡിനോട് ഞാനിത് പറഞ്ഞപ്പോൾ അദ്ദേഹം അത് അറിഞ്ഞിട്ടില്ല. പിന്നീടാണ് അദ്ദേഹം അത് അന്വേഷിച്ച് പറഞ്ഞത്. ഞാൻ അന്വേഷിച്ചു, അത് ശരിയാണ് എന്നുള്ള കാര്യം. 1832 വരെ ഒരു ഹിന്ദു രാജാവുണ്ടായിരുന്ന ദേശമായിരുന്നു ചമ്പ. അവസാനത്തെ അവിടുത്തെ രാജാവ് പാണ്ഡുരംഗൻ ആയിരുന്നു. നമുക്കറിയാം ബാലിദ്വീപ്, ഭാരതത്തിന് പുറത്ത് ഹിന്ദു സംസ്കാരം നിലവിലുള്ള ഒരു സ്ഥലത്തെക്കുറിച്ച് മലയാളികളെ വിശേഷിച്ച് ഭാരതീയരെ അറിയിച്ചത് നമ്മുടെ എസ് കെ പൊറ്റക്കാട് സാറാണ്. അദ്ദേഹത്തിൻ്റെ ബാലിദ്വീപ് എന്ന് പറയുന്ന പുസ്തകം വായിച്ചപ്പോൾ ഇതേ സമയത്ത് ഇതേപോലൊരു ദേശം അതിന് ഏതാണ്ട് അടുത്തായിട്ട് ചമ്പ എന്ന പേരിൽ അവിടെ ഉണ്ടായിരുന്നു എന്ന് ലോകം അറിയുന്നത് പിന്നീടും വളരെ കാലം കഴിഞ്ഞിട്ടാണ്. കേരളത്തിൽ സ്വാതി തിരുനാൾ ഭരണം നടത്തുന്ന അതേ സമയത്ത് അതുപോലുള്ളൊരു രാജാവ് ചമ്പയിൽ ഭരണം നടത്തിയിരുന്നു എന്നുള്ള കാര്യം നമ്മൾക്ക് ഒരിക്കലും അറിയില്ലായിരുന്നു. ഭാരതത്തിൽ നിന്ന് ബുദ്ധ സന്യാസികൾ നമ്മുടെ ഇപ്പോഴത്തെ മണിപ്പൂരിൽ നിന്ന് മ്യാൻമാറിൽ കയറും. അവിടുന്ന് അവർ നടന്നാൽ 42ാമത്തെ ദിവസം വിയറ്റ്നാമിൽ അവർ എത്തിച്ചേരുമായിരുന്നു. 42ാമത്തെ ദിവസം. ഇതുപ്രകാരം ഭാരതവുമായി ബന്ധപ്പെട്ട വൈദിക സംസ്കാരം ഉണ്ടായിരുന്ന, ഇപ്പോഴും അത്തരത്തിലുള്ള ആളുകളുള്ള ഒരു സ്ഥലം കൂടിയായിരുന്നു വിയറ്റ്നാം. ഭാരതത്തിൻ്റെ ഭാഗമായിരുന്നു എന്നുള്ള അറിവാണ്. ഇത് കൂടുതൽ ഗവേഷണം നടത്താൻ വേണ്ടി നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വിട്ടുതരികയാണ്. ഭദ്രവർമ്മൻ എന്ന് പറയുന്ന ഒരു രാജാവ് തൊട്ടിട്ടാണ് എഴുതപ്പെട്ട അവിടുത്തെ ചരിത്രമുള്ളത്. മഹാഭാരതകാലത്തെ ചരിത്രമൊന്നും എഴുതപ്പെട്ട ചരിത്രമായിട്ട് നമ്മൾക്ക് ലഭ്യമല്ല. 5000 വർഷത്തിലധികമായി ഭാരതവുമായി ബന്ധമുണ്ടായിരുന്ന ഒരു ദേശമായിരുന്നു വിയറ്റ്നാം എന്നുള്ള കാര്യം മനസ്സിലോർക്കണമെന്നാണ് പറയുന്നത്. ചമ്പയെക്കുറിച്ചിട്ടുള്ള കൂടുതൽ ഗവേഷണം നടത്തണം. ചമ്പയിലെ പോനാഗർ എന്ന് പറയുന്ന രാജകുമാരിയെ ചൈനയിലെ രാജാവ് കല്യാണം കഴിക്കലും 2 കുട്ടികളായതിനു ശേഷം അവൾക്ക് ചൈന ഉപേക്ഷിച്ച് വീണ്ടും ഇങ്ങോട്ട് പോരണമെന്ന് തോന്നി അവൾ ഒറ്റയ്ക്ക് ചമ്പയിലേക്ക് പോരുകയും തുടർന്ന് കുട്ടികൾ പോരുകയും ചമ്പയുമായിട്ട് ചൈന യുദ്ധം പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്ത കാര്യം ചരിത്രത്തിലുണ്ട്, നാടോടി കഥകളിലുമുണ്ട്. മംഗോളിയരുടെ ആക്രമണം ഭയന്ന് ഓടി ഒളിച്ച ചൈനക്കാർക്ക് അഭയം നൽകിയ ചമ്പയെക്കുറിച്ചിട്ടുള്ള ചരിത്രവും നമ്മൾക്ക് ലഭ്യമാണ്. ഇത്തരത്തിൽ ഭാരതവുമായി വളരെ ബന്ധപ്പെട്ട ഒരു ദേശമാണ് ചമ്പ എന്ന് സൂചിപ്പിക്കുകയാണ്. മാത്രമല്ല ഇതിൻ്റെ മഹത്വം ആദ്യം മനസ്സിലാക്കിയിട്ട് ചമ്പയെ സഹായിച്ചത്, അതായത് വിയറ്റ്നാമിനെ സഹായിച്ചത് ഭാരതമായിരുന്നു. ജോർജ് ഫെർണാണ്ടസ് നമ്മുടെ മന്ത്രിയായിരുന്ന കാലത്താണ് അവരുമായിട്ടുള്ള ബന്ധത്തെ ദൃഢമാക്കുന്നതും അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതും. ഒരു കാര്യം കൂടി പറയാം, നമ്മുടെ ഇപ്പോഴത്തെ ഭാരത ഗവൺമെൻറ് നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മുടെ ആളുകൾ വളരെ ലഘുവായിട്ടും കളിയാക്കിയിട്ടും പറയുന്ന ആളുകളാണ്. അവർ കക്കൂസ് ഉണ്ടാക്കുന്നു, ഭാരതരി നൽകുന്നു എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ട്. നമുക്കറിയുമോ വിയറ്റ്നാമിലെ പോരാളികളെ, അവിടുത്തെ പട്ടാളക്കാരെ നമ്മുടെ സൈന്യത്തിൻ്റെ കൂടെ വെച്ച് നമ്മൾ അവർക്ക് എന്ത് നൽകുന്നുണ്ട്? പരിശീലനം നൽകുന്നുണ്ട്. അവർക്ക് നമ്മൾ ഒരു യുദ്ധക്കപ്പൽ നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഭാരതത്തിൻ്റെ മുങ്ങിക്കപ്പലുകൾക്കുള്ള ബേസ് സ്റ്റേഷൻ ഇപ്പോൾ നിൽക്കുന്നത് വിയറ്റ്നാമിലാണ്. ചൈന അവരെ കീഴടക്കാൻ വേണ്ടി ശ്രമിച്ച സമയത്ത് അവർക്ക് വേണ്ട സഹായങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ ചമ്പാ സമുദ്രത്തിൽ ചൈന കടൽ എന്ന് അവർ വിളിക്കുന്ന സ്ഥലത്ത് ചൈനയുടെ താല്പര്യം എന്തുകൊണ്ടാണെന്നറിയോ? ലോകത്തെ ഏറ്റവും കൂടുതൽ ലിഥിയം നിക്ഷേപമുള്ള ഒരു സ്ഥലമാണ്. ആ നിലയ്ക്ക് ചൈന അതിൽ താല്പര്യം കാണിക്കുന്നുണ്ട്. ചൈനയുടെ താല്പര്യം ഭാരതത്തിൻ്റെ താല്പര്യത്തിന് വിരുദ്ധമാകാതിരിക്കാൻ ഭാരതം അവർക്ക് എല്ലാവിധ സഹായവും ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇവിടെ പറഞ്ഞത് വിയറ്റ്നാം എന്ന് പറയുന്ന ദേശം അതിൻ്റെ ആ മോൾ ഭാഗം കഴിഞ്ഞാൽ ബാക്കിയുള്ളത് മുഴുവൻ ഭാരതത്തിൻ്റെ ഭാഗമായിരുന്ന നമ്മുടെ 16 ജനപദങ്ങളിൽ ഒന്നായിരുന്ന ചമ്പാദേശമായിരുന്നു എന്ന കാര്യമാണ്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നു. ഈ ഒരു വീഡിയോ ഞാനൊരു ചെയ്തു നോക്കിയതാണ്. യാത്രാ വിവരണവും ഭാരത മഹിമയും രണ്ടും കൂടി ചേർത്തിട്ടുള്ളൊരു വീഡിയോ.
ഇതിൽ പറയുന്ന ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം. ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിത് ശ്രദ്ധിക്കേണ്ട. അത് മനസ്സിലാക്കിയിട്ട് ഇതുപോലുള്ള വീഡിയോകൾ, പ്രത്യേകിച്ച് യാത്രാവിവരണം പോലുള്ള കാര്യങ്ങളിലേക്ക് കടക്കാതിരിക്കാം. ഈ യാത്രാവിവരണം അപൂർണമാണെന്നറിയാം. കാരണം അന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കാത്തത് കാരണം ഫോട്ടോകളൊന്നും കൂടുതൽ എടുത്തില്ല. എൻ്റെ ഫോണിലെടുത്ത ഫോട്ടോകളാണെന്നുണ്ടെങ്കിൽ അത് ഫോർമാറ്റ് ചെയ്ത സമയത്ത് നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. ഭാര്യയുടെ ഫോണിലുണ്ടായിരുന്ന കുറച്ച് ചിത്രങ്ങളാണ് നിങ്ങളെ കാണിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ആ ചിത്രങ്ങൾ നിങ്ങളൊന്ന് കാണുക. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇത് ഷെയർ ചെയ്യണം. അതോടൊപ്പം ഒരു കാര്യം ചെയ്യണം, CTVയെ നിങ്ങൾ യൂട്യൂബ് ഉപയോഗിക്കുന്നവർ അതിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ ഫേസ്ബുക്കൊക്കെ ഉപയോഗിക്കുന്നവരൊന്ന് ഫോളോ ചെയ്തിട്ടും പ്രോത്സാഹിപ്പിക്കണമെന്ന് പറയുന്നു. മഹാനായ ഹോച്ചിമിനെയും പ്രകാശം പരത്തുന്ന ഒരു പെൺകുട്ടിയെയും ചമ്പ എന്ന് പറയുന്ന ഭാരതവുമായി ബന്ധപ്പെട്ട മഹത്തായ ദേശത്തെയും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി. ഈ ഒരു പരിചയപ്പെടുത്തലോടെ മഹിത ഭാരതത്തിൻ്റെ 16ാമത്തെ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.